ഷിംജിത മുസ്തഫയ്ക്കെതിരെ മറ്റൊരു പരാതി കൂടി ഉണ്ടെന്ന് മരിച്ച ദീപകിന്റെ കുടുംബം. ഷിംജിത വീഡിയോ ചിത്രീകരിച്ച ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് കണ്ണൂർ പോലീസിൽ പരാതി നൽകിയത്. തന്റെ മുഖം അനാവശ്യമായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്നാണ് പരാതി. ഈ പരാതിയുടെ വിശദാംശം ആവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വിവരാവകാശ അപേക്ഷ നൽകിയെന്നും ദീപകിന്റെ ബന്ധു സനീഷ് പറഞ്ഞു. ഷിംജിതക്ക് കണ്ടകശേനയാണല്ലോ അവിടെ, ഒന്ന് കഴിഞ്ഞ ഒന്ന്. നിങ്ങൾ ഈ വാർത്ത കേട്ടിട്ടുണ്ടാവുമല്ലേ? അതായത് ആ പെൺകുട്ടിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി, ഷിംജിത എന്ന നികൃഷ്ട ജീവിയുടെ തൊട്ട് പിറകിൽ നിൽക്കുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, നമ്മളെല്ലാവരും കരുതിയത് ഷിംജിതയുടെ കൂടെയുള്ള ആളാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു സ്ത്രീ പരാതിപ്പെട്ടിരിക്കുകയാണ് മക്കളെ. അപ്പോൾ ഒന്നിന് പുറമെ ഒന്നായിട്ട് പരാതികൾ ഇങ്ങനെ കൂമ്പാരം വന്ന് വീണുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. 27-ാം തീയതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അന്നാണ് ജാമ്യാപേക്ഷയുടെ വിധി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്താണല്ലേ, ഇവൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ജയിലിൽ കിടന്ന് കരച്ചിലാന്നാ പറയുന്നത്. ഇടയ്ക്ക് സ്വപ്നത്തിൽ ദീപക്കൊക്കെ വന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചർച്ചകളും കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. കരച്ചിൽ, മാപ്പാക്കണം, അറിയാണ്ട് സംഭവിച്ചതാണ്, ഞാൻ നുണ പറഞ്ഞതാണ്, ഞാൻ മനഃപൂർവ്വം എടുത്ത് അയാളെ അതാക്കിയതാണ് എന്നൊക്കെ പറയുകയാണ് കണ്ട്. സ്വപ്നത്തിൽ പോലും പലതും വിളിച്ച് പറയുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നത്. ദയവ് ചെയ്ത് എൻ്റെ പോലീസ് ഏമാന്മാരെ, അവർ കിടന്നുറങ്ങുന്ന ആ ഒരു റൂം ഉണ്ടല്ലോ, ഉറക്കമില്ല, കൊതുക് കടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കുടുങ്ങി കിടക്കുകയാണ്. എന്നാലും അവിടെ ഒരു ക്യാമറ വെക്കണം, നല്ലതാ. ഉറക്കത്തിൽ പിച്ചുമ്പോഴും പറയുന്നുണ്ട്, ഉറക്കല്ല, നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സാകെ തകർന്ന് തരിപ്പണായിട്ടുണ്ട് എന്നുള്ളതാണ്. തകർന്ന് തരിപ്പണമാണെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബസ്സിൽ വെച്ച് ഒരു മനുഷ്യനെ മനഃപൂർവ്വം ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ട് കൊല്ലാനിട്ട് കൊടുത്തിട്ട് എന്ത് പറയേണ്ടതായിട്ടുണ്ട് അല്ലേ? നമുക്ക് നേരെ എന്തായാലും ശ്രീകണ്ഠൻ നായരുടെ പ്രോഗ്രാമിൽ തമ്മിൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. നമ്മൾ തമ്മിലല്ലേ, എന്തായാലും ആവട്ടെ, അതിൽ കുറച്ച് മറ്റു ടീംസ് വന്നിട്ടുണ്ടാക്കിയ കുറച്ച് കോലാഹലങ്ങളൊന്ന് കേട്ടു നോക്കണം കേട്ടോ. അവരെ നിർത്താതെ പൊരിച്ചു വിടുന്ന കുറച്ച് പ്രേക്ഷകരുണ്ടായിരുന്നു എന്നുള്ളതാ. ഒന്ന് കാണാം. സൈക്കോളജിസ്റ്റ് ആണ്. എനിക്ക് ആ കുട്ടിയുടെ മൈക്രോ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫേസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വാണ്ടഡ്ലി എനിക്ക് കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞു, ഞാനിത് അവസാനിപ്പിക്കണം. ആ കണ്ണിൽ കാണാൻ, ആ തിളക്കം ആ കണ്ണിൽ കാണാൻ പറ്റും. കറക്റ്റ് ആണ്. പക്ഷെ എന്ത് കണ്ടന്റ് ആണ് കിട്ടിയത്? ആ കുട്ടിക്ക് വേണ്ട വേണ്ട കണ്ടന്റ് അല്ല, എന്ത് കണ്ടന്റ് കിട്ടി? അതുകൊണ്ട് മാത്രം ആ കുട്ടിയെ കണ്ണിൽ ചോദ്യം കഴിഞ്ഞോ? ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. പെൺകുട്ടി ബസ്സേ കയറുന്നു, മുന്നിൽ കൂടെ ചെറുപ്പക്കാരനും കയറുന്നു. അപ്പൊ അവള് നിന്നു കൊടുക്കുന്നു, എന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നു. അതാണ് നിങ്ങൾ പറഞ്ഞത്. കറക്റ്റ് ആണ്. ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ, ബിഹേവിയർ സയൻസിൽ ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഇത് സെക്കൻഡ് ഇയർ ആണ്. എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇതിന് മുമ്പുള്ള എന്തോ ഒരു സാധനം, അല്ല ഇന്റൻഷനലി ഒരു വീഡിയോ എടുക്കുന്നതും ആ വീഡിയോയിൽ അവരെന്തോ തെളിയിക്കാൻ സാധിക്കുന്നതും ആ തെളിയിക്കുന്ന സാധനം അവർക്ക് കിട്ടിയതിന്റെ സന്തോഷം എനിക്ക് തിരിച്ചു. എന്ത് സ്വഭാവമാണ് ഈ സ്ത്രീയുടെ? അവര് ഏതോ 2ാം വർഷ വിദ്യാർത്ഥിയാണത്രേ, എന്നിട്ട് പോലും പകതിരിവില്ല എന്ന് പറയുന്നത്. ആ വീഡിയോ കണ്ട ഏതൊരു വ്യക്തിക്കും അറിയാം, ഒരാൾ നമ്മുടെ മാറിടത്തിൽ, ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മാറിടത്തിൽ അവരറിയാണ്ട് അറിഞ്ഞുകൊണ്ട് മറ്റൊരാൾ തൊട്ട് കഴിഞ്ഞാൽ അവരുടെ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുക? ഇങ്ങനെ പുഞ്ചിരിച്ച് അടിപൊളി കൊണ്ടു എന്ന് പറയുക? ഇല്ല. ഈ സ്ത്രീയൊക്കെ കാണുന്ന ആ ഒരു നിമിഷം തന്നെ തിരിഞ്ഞു നിന്നൊരു കീഴ്വായി ഇട്ട് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് തന്നെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അത്രക്ക് വില പോലും ഇവർക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഏതാടാ ഇവരൊക്കെ? ശ്രീലക്ഷ്മി അറക്കല്, പിന്നെ മൂക്കുത്തി, ഞാൻ പറയുന്നില്ല, ആ ഒരു സാധനം വെച്ചിരിക്കുക. ബാക്കിയൊന്ന് കേട്ടു നോക്ക്. നിങ്ങളുടെ ക്ഷമ ഞാൻ പരീക്ഷിക്കുന്നില്ല. കൈ കിട്ടി അടിച്ച് പെരപ്പുറം കയറ്റുന്നൊക്കെ ഏതോ ഒരു ചേച്ചി പറഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. അതേപോലെ പ്രതികരിക്കാൻ നമ്മൾക്ക് അറിയാനിട്ടല്ല, പക്ഷെ ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയാണ്, പറയുന്ന വാക്കുകൾക്ക് കുറച്ചെങ്കിലും മാന്യത വേണമെന്ന് കരുതിക്കൊണ്ട് മാത്രമാണ്. പിന്നെ സ്ത്രീകളാണല്ലോ, അതുകൊണ്ടാകും. ഇതേ കണ്ടന്റ് തന്നെയല്ലേ ഷിംജിതയ്ക്ക് പറഞ്ഞു തന്നെയല്ലേ കിട്ടിയത്? എന്തോ ഷിംജിതയ്ക്ക് കിട്ടിയ കണ്ടന്റ് ഇത് തന്നെയല്ലേ ഇപ്പം? ഷിംജിതയുടെ കാര്യം പറഞ്ഞത്, ഷിംജിതയുടെ കാര്യം പറഞ്ഞത്. പക്ഷെ ഞാൻ ന്യായീകരിക്കുന്ന അവരുടെ ആക്ഷനെയാണ്. ഞാൻ ന്യായീകരിക്കുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഷിംജിത ചെയ്തത് എന്ന കാര്യമാണെന്നേ പറഞ്ഞുള്ളൂ. ഒരു വ്യത്യാസം. 25 ബ്ലോഗേഴ്സിനെ എടുത്ത് നോക്കുമ്പോ അവളെ കൊല്ലണം, അവളെ അങ്ങനെ ചെയ്യണം, അവൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഹൂ ആർ യു ടു സേ ദാറ്റ്? അത് ശരി, ഒരു മനുഷ്യനാണ്ട് കൊല്ലാൻ ഇട്ട് കൊടുത്ത വ്യക്തിയെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഷിംജിത ചെയ്തൊക്കെ ശരിയാണ്. പക്ഷെ ഷിംജിത ഇടിവെട്ടേറ്റ് ചാവണം, പാമ്പ് കടിയേറ്റ് ചാവണം എന്ന് പറയുന്ന ആളുകളാണ് തെറ്റുകാർ. ഞാനും പറയുന്നത് ഇടിവേട്ടേറ്റ് ചാത്ത അത്രയും നല്ലത്. ഇങ്ങനെ കുറെ കൂത്തറകളാണ് ആ സ്ത്രീ, ആ നികൃഷ്ട ജീവിയെ സപ്പോർട്ട് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ദീപകിന്റെ കുടുംബത്തിനുള്ള ആ നഷ്ടം അത് ആര് നികത്തി കൊടുക്കും? ഈ സംസാരിക്കുന്ന
ഈ ചേച്ചിമാര് ചെയ്തു കൊടുക്കുമോ? ഇല്ല. ഇങ്ങനെ കുറെ ഫെമിനിസ്റ്റുമാർ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യണം എന്ത് പറയണം എന്ന് അറിയാത്ത കുറെ കൂത്തറകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഷിംജിത ഇടിവട്ടേറ്റ് ചത്ത അത്രയും നല്ലത് ഞാനും പറയുന്നു. ആരാണത് ചെയ്തത്? നിങ്ങൾക്ക് ആരാണ് റൈറ്റ് ഒരാളെ കൊല്ലാൻ വേണ്ടി തന്നേക്കുന്നത്? ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഈ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്പേസിൽ നിങ്ങൾക്കൊക്കെ ആരാണ് ഇത് പറയാനുള്ള റൈറ്റ് തന്നേക്കുന്നത്? ഒരാൾ ചാവണം. അതിനിപ്പോ എന്താണ്? ആരും റൈറ്റ് തരേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പറയാം ഒരാൾ ചാവണം എന്ന് പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എത്ര ആളുകൾ ചാവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, എത്ര ആളുകൾ ചാവണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാബു ബജറംഗി എന്ന് പറയുന്ന ഒരു നികൃഷ്ടജീവി നിങ്ങൾക്ക് അറിയുമോ? അയാളൊക്കെ ചീഞ്ഞ് ചാവണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സ്ത്രീയും ചാവേണ്ടത് തന്നെയാണ്, നമ്മളൊക്കെ ചാവേണ്ടവർ തന്നെയാണ്, തർക്കമൊന്നും വേണ്ട. പക്ഷേ അവർ ചെയ്ത ആ കാര്യത്തെ, ആ വൃത്തികെട്ട ആക്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളും ഇടിവെട്ടേറ്റ് സന്തോഷമാവട്ടെ, അത്രേ പറയുന്നുള്ളൂ. അവൻ കൊന്നു, അവൻ ചത്തോണ്ട് നീയും ചാവും. അവള് ശരിയല്ല, അവള് അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നതിന്റെ ഉത്തരവാദിത്വം മൊത്തം ഈ ആരെങ്കിലും അല്ല, ആരെങ്കിലും ബ്ലോഗേഴ്സ് അതുപോലെ അല്ലല്ല. സമൂഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിധിക്കുന്നത്? ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുനീര് ഇവിടെ വീണത് കൊണ്ടാണ്. രണ്ടാമത്, നാളെ മറ്റുള്ള ആളുകൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ഒരു സ്ത്രീക്കും ഒരു ദുരനുഭവം ഉണ്ടാവുമ്പോൾ പറയാൻ കഴിയാതെ ഇരുത്തുന്ന ഈ നികൃഷ്ട ജീവിയായിട്ടുള്ള ഷിംജിതയെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണെന്നുള്ളതാണ്. അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഒരു പറഞ്ഞല്ലോ ഷിംജിത ചാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഈ വ്ളോഗർമാരുണ്ട് എന്നുള്ളത്. ഞാനതിൽ പെടുന്ന ആളാണ്, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. കാരണം അങ്ങനെയാണ് അവർ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. എത്രയോ ആളുകൾക്ക് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വൃത്തിയായിട്ട് അനുഭവം ഉണ്ടാകുന്നുണ്ടെന്ന് വെച്ചിട്ടാ അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയില്ലേ? ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ടീംസിനെ പറഞ്ഞാൽ മതിയൊക്കെ. അതുപോലെ പുരുഷന്മാരും ഉണ്ടാവും തന്നെ. ഈ ദീപക്കിന് നീതി കിട്ടുന്നതിന് ഒരു പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കലായി മാറരുത്. സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പൊ ഒരാൾ ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്തു. സ്ത്രീകൾ പബ്ലിക്കായിട്ട് ഇതുപോലെ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് ബലാത്സംഗം ചെയ്യണമെന്ന് ആരെങ്കിലും അതിനെതിരെ പ്രതികരിച്ചോ? എന്തുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിക്കാത്തത്? ഇഷ്ടം പോലെ ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. ആ നാറി പറഞ്ഞ വാക്കിനോട് ഒരാൾക്കും താല്പര്യമില്ല. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ ഒരിക്കലും പാടില്ല, അത് തന്നെ പറയും. പക്ഷെ ഇടിവെട്ടേറ്റ് ചത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അവിടെ ഞങ്ങൾ ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല. ഒരു വൃത്തികേട്ട പരിപാടി ചെയ്തിട്ട് ഒരു മനുഷ്യനെ കൊല്ലാനിട്ട് കൊടുത്ത അയാൾ മരണപ്പെട്ടതിന് ശേഷം ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കുന്ന കുറെ എണ്ണം. മര്യാദ വേണമെന്നൊരു ചേച്ചി പറഞ്ഞു കേട്ടത്, ഒരു അഡ്വക്കേറ്റ്, മര്യാദ വേണം എന്നുള്ളത്. ഷിംജിത ചത്തോട്ടെ എന്ന് പറയുന്നതിൽ മര്യാദ വേണം, അങ്ങനെ പറയാൻ പാടില്ല എന്നാ പറയുന്നത്. കൊള്ളാം, ആ മനുഷ്യൻ മരിച്ചപ്പോൾ നിങ്ങൾക്ക് വിഷമുണ്ട് നിങ്ങൾ പറഞ്ഞത് വലിയ കാര്യം. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഷിംജിത ഒരു തെറ്റും ചെയ്തില്ല എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ട പരിപാടി ഉണ്ടല്ലോ, ആ വൃത്തികെട്ട നാക്കുണ്ടല്ലോ, അതിലൊന്നൊന്നര നാക്കാണ് കേട്ടോ. എനിക്ക് കൂടുതലും തെറിയൊന്നും ഇതിൽ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ 2 വാക്ക് പറഞ്ഞേനെ. കൊന്നിട്ടാണോ പ്രതികരിക്കേണ്ടത്? ഒരാൾ മരിക്കുമ്പോഴല്ലേ പ്രതികരിക്കേണ്ടത്? മരിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഷിംജിതയെ ഒരിക്കലും പുറത്തു വിടരുതെന്നും അവർക്ക് ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. അത്രയേ ഉള്ളൂ. വേറൊരാൾ അങ്ങനെ മരിക്കരുത്. ഒരു നുണ പറഞ്ഞപ്പോൾ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യന് മരിക്കരുത്. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. ഇതൊരു വൃത്തികെട്ട ആക്റ്റാണ്. ആ മനുഷ്യൻ എങ്ങനെയാണ് സമൂഹത്തിന് മുന്നിൽ തല ഉയർത്തി നടക്കുക? ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിലാവും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. ഇപ്പോൾ വേറൊരു സ്ത്രീ ഉണ്ടല്ലോ, അതിന്റെ പേര് ഞാൻ മറന്നു, എന്തോ ഒരു പപ്സോ അങ്ങനെ എന്തോ ഒരു സാധനം, KSRTCയിൽ ഒരു ആളുടെ അടുത്തിരുന്നിട്ട് മുട്ടിയിട്ട് പോലും ഇല്ല, എന്നിട്ട് മുട്ടി എന്ന് പറഞ്ഞ് ഒരു വീഡിയോ പ്രചരിപ്പിച്ച സ്ത്രീ. അവർക്കും കിട്ടേണ്ടത് ഇത്തരം ശിക്ഷകൾ തന്നെയാണെന്നുള്ളതാണ്. ഒരു കാര്യം ഉണ്ടാവുമ്പോൾ ഉടൻ തന്നെ പ്രതികരിക്കാതെ ഭാവിയിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പ്രതികരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. പ്രതികരിക്കാൻ കഴിയില്ല എങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്തൊരാളോടെങ്കിലും പറയണം, അല്ലെ? ഇതൊന്നും പറഞ്ഞിട്ടില്ല, എന്നിട്ട് ഒരു കൂട്ടം നുണകളെ എല്ലാ നുണകളും പൊളിഞ്ഞടങ്ങി, എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇന്നലെ 3 മണി വരെ വാദമായിരുന്നു ഈ സ്ത്രീക്ക് ജാമ്യം കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള കാര്യം 27-ാം തീയതി അറിയുള്ളൂ. പക്ഷെ ഇവിടെ പ്രതിഭാഗം വക്കീലും അതേപോലെ പബ്ലിക് പ്രോസിക്യൂട്ടറും പറഞ്ഞ വാക്കുകളൊന്ന് കേട്ടോക്ക്. അതായത്
ഈ ഷിംജിതയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള ജുനൈദ് കേസ് ഇത്തരത്തിൽ കെട്ടിച്ചമച്ചതാണെന്നും ഷിംജിതയുടെ ആരോപണം ശരിയാണെന്നുമായിരുന്നു കോടതിക്ക് മുന്നിൽ വാദിച്ചത്. എന്നാൽ ഈ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സീനിയ അതുപോലെ തന്നെ ദീപകിന്റെ മാതാവിന്റെ അഭിഭാഷകനായ രാജഗോപാൽ എന്നിവരായിരുന്നു ഹാജരായിട്ടുണ്ടായിരുന്നത്. ഈ വാദം തെറ്റാണെന്ന് ഇവരും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഷിംജിതയുടെ വീഡിയോ സമൂഹത്തിൽ വലിയ തോതിൽ ദീപകിനെ മാനഹാനി ഉണ്ടാക്കുന്ന വിധത്തിലായിരുന്നുവെന്നും ഇതാണ് ദീപകിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നുമായിരുന്നു ഈ അഭിഭാഷകർ കോടതിക്ക് മുൻപിൽ ശക്തമായി തന്നെ വാദിച്ചത്. ഈ പ്രതിക്ക് സമൂഹത്തിൽ പ്രശസ്തിയും അതുപോലെ തന്നെ പോസ്റ്റുകൾക്ക് കൂടുതൽ റീച്ചും ഈ മോണിമെന്ററി ബെനിഫിറ്റും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുറ്റം ചെയ്തതെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. അല്ലെങ്കിലും പിന്നെ ഷിംജിതയുടെ വക്കീല് പറയാ അവളെ എങ്ങനെയെങ്കിലും ഊരിക്കെടുക്കണം, അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇവളെ കുടുക്കിയതാണെന്നാ പറയുന്നത്. മനഃപൂർവ്വം ഒരു മനുഷ്യനെ കൊല്ലാൻ ഇട്ട് കൊടുത്തതെന്ന് ആൾക്ക് പറയാൻ കഴിയില്ലല്ലോ. അത് എന്തായാലും പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെയാണ് പറയുക. ബാക്കി കേട്ടാട്ടെ. കൂടാതെ ഈ സംഭവം നടന്നത് പരാതിപ്പെടാതെ വീഡിയോ പ്രചരിപ്പിച്ചത് ദുരുദ്ദേശത്തോടു കൂടിയാണെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. കൂടാതെ പ്രതി ദുരുദ്ദേശമായി തന്നെ പകർത്തിയ വീഡിയോ പോസ്റ്റ് ചെയ്ത് ദീപകിന്റെ മരിക്കാൻ, അതായത് ഈ പ്രതി ദുരുദ്ദേശപരമായി തന്നെ പകർത്തിയതാണ് ഈ വീഡിയോ. ഇത് പോസ്റ്റ് ചെയ്തതാണ് ഇത്തരത്തിൽ ദീപകിന് മരിക്കാനുണ്ടായ കാരണം. അല്ലാതെ ദീപകിനെ മരിക്കാൻ അല്ലെങ്കിൽ ഈ ആത്മഹത്യക്ക് നയിച്ച മറ്റു കാരണങ്ങളൊന്നും തന്നെ ഇല്ലെന്നും ഈ പോലീസ് റിപ്പോർട്ടിലുണ്ട്. അതുപോലെ തന്നെ ജാമ്യം ലഭിച്ചാൽ പ്രതി ഇത്തരം കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും മറ്റു ബ്ലോഗർമാർക്ക് ഇത്തരത്തിൽ പ്രവൃത്തികൾ ചെയ്യാൻ അതുവഴി കൂടുതൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്നുമായിരുന്നു കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇവർക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട് എന്നും ആരെയോ പറ്റിച്ച് പണം നേടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. ഇവരെ ജാമ്യത്തിൽ വിട്ട് കഴിഞ്ഞാൽ ഇവർ വീണ്ടും ബസ്സിൽ യാത്ര ചെയ്യാനും ഇത്തരം വീഡിയോ എടുക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അത് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ആ ഒരു ഭാഗം ഞാനായിട്ട് പറയുന്നില്ല, ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കുന്നു. ഷിംജിയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദീപകിന്റെ ഫോൺ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ അതായത് ദീപകിന്റെ മാതാവ് നൽകുന്ന പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത്. സമാനമായ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവർ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ് പറയുകയും ചെയ്തത്. ഷിംജിത മുന്നേയും ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ട് പണം തട്ടി എന്നുള്ള ഒരു ആരോപണം അത് നമ്മുടെ മരണപ്പെട്ട ദീപകിന്റെ അമ്മയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയോ പറ്റിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരു സ്ത്രീ തന്നെയാണ്. ബന്ധം വേർപെട്ടിരിക്കുകയാണ്, ഭർത്താവ് വീണ്ടും വന്നാൽ സ്വീകരിക്കുമെന്നുള്ള ഒരു അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ജയിലിൽ കിടന്ന് അവൾ നന്നാവും എന്ന പ്രതീക്ഷയുണ്ട് എന്നൊക്കെയാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ജയിലിൽ കിടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറക്കത്തിൽ മുഴുവൻ ദുസ്വപ്നങ്ങൾ കാണുന്നു, പിച്ചും പേയും പറയുന്നു. ജീവിതകാലം മുഴുവൻ ഉറങ്ങാൻ കഴിയാതെ അങ്ങനെ കഷ്ടപ്പെടട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വേറെ ഒന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. നന്നായിട്ട് അങ്ങ് പ്രാപിക്കുള്ളൂ. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ്